ഗസ വെടിനിർത്തലിൽ അനിശ്ചിതത്വത്തിന് വിരാമം കുറിച്ച് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ നാളെ രാവിലെ യോഗം ചേർന്ന് വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകും. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് ശേഷവും ഗസയിൽ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം തുടരുകയാണ്. മധ്യ ഗസയിലും വടക്കൻ ഗസയിലും 24 മണിക്കൂറിനിടെ നടത്തിയ ആക്രമണങ്ങളിൽ 81 പേർ കൊല്ലപ്പെട്ടു. സിവിലിയൻ കൂട്ടക്കൊലക്കിരയായവരിൽ 20 കുട്ടികളും 25 പേർ സ്ത്രീകളുമാണ്. ഗസ സിറ്റിയിൽ മാത്രം 61 പേരാണ് കൊല്ലപ്പെട്ടത്. സമാധാന കരാർ ഞായറാഴ്ച നിലവിൽ വരാനിരിക്കെ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമുയരുകയാണ്. MCA നാസർ ചേരുന്നുണ്ട്. നാസർ, അവസാന മണിക്കൂറുകളിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു, എന്നാൽ കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതിനെ പകൽ പൂർണ്ണമായി തന്നെ നീണ്ടുനിന്ന വലിയ അനിശ്ചിതത്വമായിരുന്നു. കാരണം ഇസ്രായേൽ ഈ യുദ്ധകാര്യ മന്ത്രിസഭ യോഗം ചേർന്ന് ഈ വെടിനിർത്തൽ കരാറിന് അന്തിമ രൂപം നൽകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ ഈ കരാർ ചർച്ച ചെയ്യുന്നത് മന്ത്രിസഭാ യോഗം നീട്ടിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അല്പം മുമ്പ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാളെ കാലത്ത് തന്നെ ഇസ്രായേലിന്റെ യുദ്ധകാര്യ മന്ത്രിസഭ യോഗം ചേരും. അതിന് മുന്നോടിയായിട്ട് എല്ലാ മന്ത്രിമാരുമായിട്ടും നെതന്യാഹു ഒറ്റക്കൊറ്റയ്ക്കുള്ള കൂടിക്കാഴ്ചകൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മന്ത്രിസഭാ യോഗം വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുകയും അതിന് അംഗീകാരം നൽകുകയും ചെയ്യും. മിക്കവാറും നാളെ വൈകിട്ട് തന്നെ പാർലമെന്റ് വിളിച്ചു ചേർക്കാനും പാർലമെന്റിന്റെ അനുമതി കൂടി ഈ വെടിനിർത്തൽ കരാറിന് രൂപപ്പെടുത്താനുമാണ് നീക്കം. പിന്നെ മൂന്നാമത്തെ ഒരു കടമ്പ എന്നത് സുപ്രീം കോടതിയുടെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അതും മിക്കവാറും നാളെ തന്നെ ഉണ്ടാവും. അതല്ലെങ്കിൽ മറ്റന്നാൾ ഉറപ്പായിട്ടും ഈ ഒരു സുപ്രീം കോടതിയുടെ അനുകൂലമായിട്ടുള്ള നിലപാട് കൂടി വരുന്നതോടുകൂടി ഈ സാങ്കേതിക നടപടിക്രമം പൂർണ്ണമാകും. ഖത്തറിൽ നടത്തിയിരിക്കുന്ന ഈ വെടിനിർത്തൽ ചർച്ച അതേ തുടർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന കരാറിലേക്ക് ഞായറാഴ്ച മുതൽ തന്നെ നടന്നു നീങ്ങാൻ സാധിക്കുമെന്ന ഒരു വിലയിരുത്തലും പ്രതീക്ഷയുമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും ഇപ്പോൾ ഏറ്റവും അവസാനം വ്യക്തമാക്കുന്നത്. പക്ഷേ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ എതിർപ്പ് ഇപ്പോൾ പോലും തുടരുന്നത് തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗവിറും അതോടൊപ്പം തന്നെ സ്മോട്രിക്കുമാണ്. ഇവർ ആവശ്യപ്പെടുന്നത് ആദ്യഘട്ടം തങ്ങൾ അംഗീകരിക്കാം. കാരണം 42 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആദ്യഘട്ടത്തിലൂടെ 33 ബന്ദികളെ മോചിപ്പിക്കാനുള്ള അതിന് തങ്ങൾ എതിരല്ല. പക്ഷെ രണ്ടാം ഘട്ടം വരുമ്പോൾ ആക്രമണം തുടരേണ്ടതുണ്ട്. ആ രണ്ടാം ഘട്ടത്തിൽ ഒരുപാട് വ്യവസ്ഥകൾ തങ്ങളുടെ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് ഇസ്രായേലിന്റെ പൊതു താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അത്തരം വ്യവസ്ഥകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിനെ തങ്ങൾ എതിർക്കും. അതുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന കൃത്യമായിട്ടുള്ള രേഖാമൂലമുള്ള ഒരു ഉറപ്പ് വേണമെന്നാണ് സ്മോട്രിക്കും അതോടൊപ്പം തന്നെ ബെൻഗവിറും നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അമേരിക്ക വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഇസ്രായേലിന് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഖത്തറിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന കരാറിന്റെ വ്യവസ്ഥകളിൽ ഒരു നിലയ്ക്കുള്ള വിട്ടുവീഴ്ചയും അല്ലെങ്കിൽ ഒരു നിലത്തിലുള്ള മാറ്റത്തിരുത്തലുകൾക്കും ഈ ഘട്ടത്തിൽ മുതിരാൻ പാടില്ല. ആ കരാറുമായി തന്നെ മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് ട്രംപിന്റെയും ബൈഡന്റെയും ഉദ്യോഗസ്ഥ വൃന്ദം ഏറ്റവും അവസാനമായിട്ട് ഇസ്രായേലിനെ അറിയിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നാളെ കാലത്ത് നടക്കുന്ന ഈ മന്ത്രിസഭാ യോഗം വളരെ നിർണായകമായിരിക്കും. ആ മന്ത്രിസഭാ യോഗം അനുകൂലമായിട്ട് ഈ കരാറിൽ ഒപ്പുവെക്കുമെന്ന പ്രതികരണമാണ് ഏറ്റവും അവസാനം ലഭ്യമാകുന്നത്. എന്തായാലും 3 ഘട്ടങ്ങളിലായിട്ടുള്ള ഈ കരാർ നടപ്പാവുന്നതോടുകൂടി 98ഓളം വരുന്ന ബന്ദികൾക്ക് സുരക്ഷിതമായി തന്നെ തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുങ്ങും. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേലിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് സൈനിക പിന്മാറ്റം നടക്കും. മറ്റൊരു പ്രധാന കാര്യമുള്ളത് നിത്യവും 600 ട്രക്കുകൾ വീതം ഗസയിലേക്ക് വരികയും അവിടുത്തെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യർക്ക് ഏറ്റവും മികച്ച ആരോഗ്യ അതോടൊപ്പം തന്നെ ഭക്ഷ്യ സേവനങ്ങൾ ഉറപ്പാക്കാനുള്ള വ്യവസ്ഥയും ഈ കരാറിന്റെ ഭാഗമാണ്. പക്ഷെ അതൊക്കെയും പ്രയോഗതലത്തിൽ വരണമെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള തീരുമാനം നടപടി ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഏതെങ്കിലും നിലക്ക് ഇസ്രായേൽ വിലങ്ങുതടി നിൽക്കുകയാണെങ്കിൽ അക്കാര്യങ്ങൾ പരിശോധിക്കാനും വേണ്ട നടപടികൾ കൈക്കൊള്ളാനും അമേരിക്കയും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറിനെയും ഈജിപ്തിനെയുമാണ് ഈ കരാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഹമാസ് അല്പം മുമ്പ് നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന അതായത് ഈ വ്യവസ്ഥകളിൽ ചില മാറ്റത്തിരുത്തലുകൾ ഹമാസ് നടത്തിയെന്ന ഇസ്രായേലിന്റെ ആരോപണം ഹമാസ് നേതൃത്വം നിഷേധിച്ചിട്ടുണ്ട്. കാരണം കൂടിയാലോചനയിലൂടെ രൂപപ്പെടുത്തിയ ഒരു കരാറാണ്. ആ വ്യവസ്ഥകളോട് തങ്ങൾ പൂർണ്ണമായിട്ട് നീതി പുലർത്തും. ഈ വ്യവസ്ഥകളിൽ പറഞ്ഞത് പ്രകാരം തന്നെ ബന്ദികളെ സുരക്ഷിതമായിട്ട് തങ്ങൾ കൈമാറും എന്നുകൂടിയാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം വളരെ ഔദ്യോഗികമായിട്ട് തന്നെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എല്ലാ നീക്കവും ഇസ്രായേലിന്റെ നാളെ രാവിലെ നടക്കുന്ന ഈ മന്ത്രിസഭാ യോഗത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ 5 or 6 മന്ത്രിമാർ ശക്തമായിട്ട്
ശക്തമായിട്ടുള്ള വിയോജിപ്പ് തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ കൂടി ഏറ്റവും അവസാനം പുറത്തു വരുന്നുണ്ട്. മറ്റൊന്നുള്ളത് ധന്യ സൂചിപ്പിച്ചതുപോലെ ഇന്നും വ്യാപകമായിട്ടുള്ള ആക്രമണം നടക്കുകയും 81 പേർ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അതിൽ തന്നെ 18-ലധികം കുട്ടികളാണുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഹമാസിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഇനിയും ഈ ആക്രമണം തുടരുകയാണെങ്കിൽ വനിതാ ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്ന ആ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ബന്ദികളുടെ ജീവൻ അപകടത്തിലാണ്. ശക്തമായിട്ടുള്ള നടപടി കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ, ഇസ്രായേലിനെ ഈ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല എങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവും എന്ന ഒരു മുന്നറിയിപ്പ് ഒന്നൊന്നര വർഷത്തോളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ കണ്ടതാണ് ഈ പട്ടിണി പോലും ആയുധമാക്കപ്പെട്ട അധിനിവേശം. ഇസ്രായേൽ ഒടുവിൽ അതിൽ പരാജയപ്പെടുന്നു എന്നല്ലേ ഇതിന്റെ ഒരു ആകെത്തുകയായി നമ്മൾ പറയേണ്ടത്. കാരണം ഹമാസിന്റെ കുറച്ച് മുതിർന്ന നേതാക്കളെ വധിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇവിടെ നെതന്യാഹുവിന് ഗസയിൽ ഉണ്ടായിരിക്കുന്ന പരാജയം വ്യക്തമാകുന്നതല്ലേ ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്? തീർച്ചയായിട്ടും അത് ലോകത്തിനും അറിയാം, ഇസ്രായേൽ സമൂഹത്തിന് ഒന്നാകെ ഇതറിയാം. കാരണം കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ജോ ബൈഡൻ ഈ ഒരു വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. തുടക്കത്തിൽ തന്നെ ഒരാഴ്ച നീണ്ടുനിന്ന ചർച്ചകളിലൂടെ ഹമാസ് നേതൃത്വം ഔദ്യോഗികമായി തന്നെ ആ കരാറിനോട് പിന്തുണ പ്രഖ്യാപിക്കുകയും ആ കരാറിനോട് തങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ഔദ്യോഗികമായി വെളിപ്പെടുത്തുകയും ചെയ്തതാണ്. പക്ഷെ അത് പിന്നിട്ട് ഇപ്പോൾ 6 മാസത്തിലധികം പിന്നിടുന്ന ഘട്ടത്തിൽ 10,000-ലേറെ മനുഷ്യരെയാണ് ഇസ്രായേൽ പുതുതായിട്ട് കൊലപ്പെടുത്തിയത് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഒടുവിൽ ഈ കരാർ തന്നെ നേരത്തെ ബൈഡൻ മെയ് മാസത്തിൽ മുന്നോട്ട് വെച്ച അതേ കരാറിൽ അതേ ഹമാസുമായിട്ട് തന്നെ കൈകോർക്കേണ്ട അല്ലെങ്കിൽ അതിൽ ഒപ്പിടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയിട്ടുണ്ട് എങ്കിൽ നൈതികമായിട്ടും അതോടൊപ്പം തന്നെ സൈനികമായിട്ടും രാഷ്ട്രീയമായിട്ടും നയതന്ത്ര തലത്തിലും പരാജയപ്പെടുന്ന ഒരു ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതാണ് ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. കാരണം ഇത് ഹമാസിനുള്ള പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു കീഴടങ്ങലാണ്. ഇതിൽ ഇസ്രായേലിന്റെ ഒരു താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ബെൻഗവറും സ്മോട്രിക് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. അവരുടെ അനുകൂലികളും ഇതേ വാദമാണ് ഉന്നയിക്കുന്നത്. കാരണം ഹമാസിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക, ഹമാസിനെ ഒരു നിലയ്ക്കും സൈനികമായിട്ട് വീണ്ടും തിരിച്ചു വരാത്ത ഒരവസ്ഥയിൽ അമർച്ച ചെയ്യുക എന്നതായിരുന്നു ഈ യുദ്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാന ലക്ഷ്യമായിട്ട് നിർണയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ബന്ദികളെ സുരക്ഷിതമായിട്ട് മോചിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ആകെ 3 ബന്ദികളെ മാത്രമാണ് ആ അർത്ഥത്തിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. 98-ലധികം വരുന്ന ബന്ദികൾ ഇപ്പോൾ പോലും ഹമാസിന്റെ നിയന്ത്രണത്തിലാണ്. ഈ 467 ദിവസങ്ങൾ പിന്നിടുന്ന ഈ ഒരു ഘട്ടത്തിലും ഈ ആക്രമണം ഇത്ര വ്യാപകമായി തുടർന്നിട്ട് പോലും ഈ ബന്ദികളെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന് പോലും ഈ അമേരിക്കയുടെയും വൻശക്തി രാജ്യങ്ങളുടെയും പൂർണ്ണ പിന്തുണയുണ്ടായിട്ടും ഇനിയും തിരിച്ചറിയാൻ ഇസ്രായേലിന്റെ സൈനിക രാഷ്ട്രീയ ഇന്റലിജൻസ് വിഭാഗത്തിന് സാധിച്ചിട്ടില്ല എന്നതുകൂടിയാണ് അവരെ കരാറിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ലോകത്ത് തുറന്നുകാട്ടപ്പെട്ടു എന്താണ് അവസ്ഥ എന്നുള്ളത്. പക്ഷേ ഇസ്രായേലിനകത്തും കുഴപ്പത്തിലാവുകയല്ലേ നെതന്യാഹു എന്നുള്ളതാണ്. കാരണം എത്ര സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാനിരിക്കുന്നു, 20-ന് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എത്രത്തോളം സമ്മർദ്ദം നെതന്യാഹുവിന് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ചർച്ചകളിലുടനീളം അത് പ്രതിഫലിച്ചതുമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അപ്പം അവിടെയും സമ്മർദ്ദത്തിലേക്കും ഇല്ലെങ്കിൽ കുഴപ്പത്തിലേക്കും ആവുകയല്ലേ ബെന്യാമിൻ നെതന്യാഹു? തന്നെ തീർച്ചയായിട്ടും ആഭ്യന്തരമായിട്ട് ഇസ്രായേലി സമൂഹം വലിയ തോതിൽ തന്നെ വിഭജിക്കപ്പെട്ട ഒരു 1.25 വർഷമാണ് ഇപ്പോൾ പിന്നിടുന്നത്. കാരണം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ ഇസ്രായേലിനുള്ളിൽ വലിയ വിഭാഗീയത രൂപപ്പെട്ടിരിക്കുന്നു. കാരണം ബന്ദികൾക്ക് വേണ്ടി ഈ പിന്നിട്ട നാടുകളിലൊക്കെയും ഈ 1.25 വർഷമായിട്ട് നിരന്തരമായിട്ട് പ്രക്ഷോഭങ്ങൾ ജെറൂസലമിലും തെല്ലവീവിലും ഹൈഫയിലും ഒക്കെ 10,000 പങ്കെടുക്കുന്ന പ്രകടനം നടക്കുകയും അവർ ഹമാസുമായിട്ട് കൈകോർത്തുകൊണ്ടോ കരാർ ഒപ്പുവെച്ചുകൊണ്ടോ ഈ ബന്ദികളെ സുരക്ഷിതമായിട്ട് എത്തിക്കണമെന്ന ബന്ദികളുടെ ബന്ധുക്കളുടെ അതേ നിലപാടിനൊപ്പമായിരുന്നു. അതേസമയം തന്നെയാണ് തീവ്ര വലതുപക്ഷം വ്യക്തമാക്കിയത് ഗസയിൽ തങ്ങളുടെ അധിനിവേശം പൂർണ്ണമായിട്ട് തുടരേണ്ടതുണ്ട്, സൈനികമായി തന്നെ ഗസയെ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ ഈ പലസ്തീൻ സമൂഹത്തിന് ഒരു വിധത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളും സഹായങ്ങളും നൽകരുത് എന്ന അർത്ഥത്തിലുള്ള തീവ്ര നിലപാടുകളുള്ള ഒരു പക്ഷവും വേറെയുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിഭജിക്കപ്പെട്ട ഒരു ഇസ്രായേലി സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കരാർ ഇത്രയും വൈകാനും അല്ലെങ്കിൽ നെതന്യാഹു ഈ ബെൻഗവറിന്റെയും സ്മോട്രിക്കിന്റെയും വാദങ്ങൾക്കനുസരിച്ച് ഈ തീവ്ര വലതുപക്ഷത്തോടൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും നെതന്യാഹുവും ഇസ്രായേൽ എന്ന രാഷ്ട്രവും നേരിടാൻ പോകുന്നത്. കാരണം ലോക സമൂഹം തന്നെ നമുക്കറിയാൻ സാധിക്കും 142ഓളം രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി കയ്യൊപ്പ് ചാർത്തുകയും ഐക്യരാഷ്ട്ര സംഘടനയിൽ അതുമായി ബന്ധപ്പെട്ട പ്രമേയത്തെ പിന്തുണയ്ക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം അവസാനിപ്പിക്കുകയും അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാവുകയും ചെയ്താൽ ഇനി അടുത്ത
ഒരു പ്രധാന പ്രശ്നം എന്നത് ഇപ്പോൾ മുഖ്യധാരയിലേക്ക് വന്നിരിക്കുന്ന ഈ ഫലസ്തീൻ പ്രശ്നത്തിൽ ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നയതന്ത്ര പരിഹാരം രൂപപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനമായിരിക്കും. അതിനോട് ഇസ്രായേൽ എങ്ങനെ ഏത് സമീപനം സ്വീകരിക്കും, അല്ലെങ്കിൽ അമേരിക്ക അതിനോട് ഏത് സമീപനം സ്വീകരിക്കും എന്നത് പ്രധാനമായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ട്രംപ് ഭരണകൂടം പിന്നെ പക്ഷപാതിത്വപരമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുകയാണ് എങ്കിൽ പോലും പൊതുസമൂഹം എന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും പിന്നെ ഒരു പുനരാലോചനയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതാണ് ഒരു പക്ഷേ 46,700-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ടുവെങ്കിൽ പോലും ഒരു വിനാശകരമായിട്ടുള്ള ഒരു യുദ്ധം അത്ര തന്നെ ഇസ്രായേൽ വരുത്തിയ ഒരു നാശത്തിന്റെ തോത് അത് എന്ത് തന്നെയായാലും നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. അത് ഇത്ര മാസങ്ങളായി നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു, ആ ദുരിതം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള ഈ പലസ്തീന്റെ ആവശ്യം കൂടുതൽ ദൃഢമാവുക കൂടി ചെയ്തില്ലേ? ഇത്രയധികം ദുരിതം നേരിടേണ്ടി വരുമ്പോഴും അങ്ങനെ പറയാവുന്നതല്ലേ നമുക്ക്? തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ തന്നെ നോക്കുക. പിന്നെ പലസ്തീനിലെ ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള ദേറുൽ ബലാഹ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആയിരങ്ങളാണ് ഈ പലസ്തീൻ സമൂഹം ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആഹ്ലാദം പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നത്. അതേസമയം വളരെ മ്ലാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് തെല്ലവീവിലും ജെറൂസലമിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 1.25 വർഷമായിട്ട് ഇത്രയേറെ ദുരിതപ്പെയ്ത്ത് നടന്നിട്ട് പോലും ഒരു ജനത തോൽക്കാൻ ഒരുക്കമല്ല എന്നും, അല്ലെങ്കിൽ അതിജീവനം എന്നത് തങ്ങളുടെ ചെറുത്തുനിൽപ്പിലൂടെ മാത്രമേ നടക്കൂ എന്നും ഇച്ഛാശക്തിയോടുകൂടി ആ ജനത വിളിച്ചു പറയുന്നതായിട്ടുള്ള ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രകടനങ്ങൾ നടക്കുമ്പോൾ ഇപ്പുറത്ത് തികച്ചും മ്ലാനമായിട്ടുള്ള എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഒരു രാജ്യം, ഒരു സ്വതന്ത്ര അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള ഒരു രാജ്യം നീങ്ങുന്നതിന്റെ ഏറ്റവും പിന്നെ നിർഭാഗ്യകരമായിട്ടുള്ള ചിത്രം കൂടിയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലസ്തീൻ പ്രശ്നത്തിന് പിന്നെ അത് മുഖ്യധാരയിലേക്ക് വരികയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും എല്ലാം അജണ്ടയിൽ അത് വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് അത്ര പെട്ടെന്ന് വ്യതിചലിക്കാൻ പിന്നെ നെതന്യാഹു സർക്കാരിനോ അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തിനോ സാധിക്കുകയില്ല. പക്ഷേ ഈ വലിയ സമ്മർദ്ദം രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ഒരു പൊതുവികാരം ലോകത്തുടനീളം രൂപപ്പെട്ടിട്ടുണ്ട്. അറബ് ലോകം മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അതിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം വരുത്താൻ സാധിച്ചു എന്നതാണ് വലിയ വില കൊടുത്തുകൊണ്ടാണ്. മറ്റൊന്ന് ഖത്തറിന്റെ സമാധാന ശ്രമങ്ങളാണ്. പല ഘട്ടത്തിലും അതിലേക്ക് എത്തി എന്നുണ്ടെങ്കിൽ പോലും ഈ നെതന്യാഹുവിന്റെ കടുംപിടുത്തങ്ങളൊക്കെയാണ് അതിൽ നിന്നും ഇത്രയധികം വൈകിപ്പിച്ചത്. ഖത്തറിന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ ഈജിപ്തിന്റെയും അമേരിക്കയും കൂട്ടുപിടിച്ചുള്ള മധ്യസ്ഥ തന്ത്രങ്ങൾ ഇല്ലെങ്കിൽ ആ രീതികൾ, അവരുടെ ഇടപെടലുകളൊക്കെ എങ്ങനെ, അതുകൂടി പറഞ്ഞു പോകണ്ടേ? ഇതിന്റെ തീർച്ചയായിട്ടും, കാരണം ഈ ഒരു പിന്നിട്ട് 1.25 വർഷത്തിനിടയിൽ നമുക്കറിയാൻ സാധിക്കും അറബ് രാജ്യങ്ങൾ പിന്നെ കൈക്കൊണ്ട സമീപനങ്ങൾ എത്രമാത്രം ഈ പലസ്തീൻ ജനതയോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നുവെന്നും പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടിൽ ഒരു നിലയ്ക്കുള്ള വെള്ളം ചേർക്കാതെ ഈ പലസ്തീൻ സമൂഹത്തിന് വേണ്ടി ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും അവർക്കൊപ്പം നിലയുറപ്പിക്കാൻ അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല. എന്തൊക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എങ്കിൽ പോലും പലസ്തീൻ എന്ന വിഷയത്തിൽ ഒരു ഐക്യപ്പെടലിന്റേതായിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകിയത്. അതിൽ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഖത്തറാണ് ഇതിന് മധ്യസ്ഥ ചർച്ചകൾക്ക് ഇത്രയധികം മേൽനോട്ടം വഹിച്ചത്. കാരണം ഹമാസുമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ സാധിക്കുകയും ഹമാസിന്റെ മറ്റെല്ലാ ലോക രാജ്യങ്ങളിലും ഒരു മേൽവിലാസവും പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഖത്തർ അതിന് വേദിയൊരുക്കുകയും അവരുമായിട്ട് തുറന്ന ചർച്ചകൾക്ക് പിന്നെ അവസരമൊരുക്കുകയും അതോടൊപ്പം തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്ത ഖത്തറിന്റെ ഒരു നയതന്ത്രപരമായിട്ടുള്ള നീക്കം കൂടിയാണ് ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഒപ്പം ഈജിപ്തും പിന്നെ അമേരിക്കയും പിന്നെ അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും അമേരിക്ക കുറെ കൂടി ശക്തമായിട്ടുള്ള തീരുമാനങ്ങളും നിലപാടുകളും പ്രഖ്യാപിച്ചതുകൂടിയാണ് ഒരു പക്ഷേ ഇസ്രായേലിനെ കൊണ്ട് ഈ കരാറിൽ പിന്നെ ഒപ്പുവെപ്പിക്കാൻ, കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചതെന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും ഖത്തർ അമീറും അതോടൊപ്പം തന്നെ ഖത്തറിലെ പ്രധാനമന്ത്രിയും ഒക്കെ ഈ ഒരു പിന്നെ വെടിനിർത്തൽ കരാർ ചർച്ചകളിൽ അവർ പിന്നെ പങ്കെടുത്ത അല്ലെങ്കിൽ അവർ കൈക്കൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ, ഉദാരമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് ഈ കരാർ പിന്നെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ അമേരിക്കയുടെ ഇടപെടൽ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ട്രംപ് അധികാരത്തിലെത്തും അതിനു മുമ്പ് ഇത് നിർത്തുമെന്നൊക്കെയുള്ള നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഗസയെ പുനർനിർമ്മിക്കുക, നിലവിലെ ആ നശിപ്പിച്ച ഇടത്തു നിന്ന് അതിനെ വീണ്ടും എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് വളരെ പരിശ്രമകരമായ, അതായത് അസാധ്യമായ എന്ന് കരുതിയെടുത്തു നിന്നാണ് വീണ്ടും തുടങ്ങാൻ സാധിക്കുന്നത്. അതിൽ അമേരിക്കയുടെ ഒരു കൈ എങ്ങനെയായിരിക്കും, ഏത് തരത്തിലുള്ള സഹായങ്ങളായിരിക്കും ഗസയിലേക്ക് എത്തുന്നത്, അറബ് രാജ്യങ്ങളുടെ പങ്ക് കൂടി?
ഇതിന്റെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് അറിയാൻ സാധിക്കും, ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ വിലയിരുത്തി നോക്കുമ്പോൾ 85,000 ടൺ സ്ഫോടക വസ്തുക്കളാണ് ഈ ഒരു കൊച്ചു പ്രദേശത്ത് ഗസ എന്ന ഒരു തുരുത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നത്. 85,000 ടൺ രാസവസ്തുക്കളും അതോടൊപ്പം തന്നെ സ്ഫോടക വസ്തുക്കളുമാണ്. ഇതൊക്കെ അവിടെ നിന്ന് മാറ്റാൻ തന്നെ ഒരു പക്ഷേ അതിൻ്റെതായിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തന്നെ ഒരു 15 മുതൽ 20 വർഷം വരെ വേണ്ടിവരുമെന്ന ഏറ്റവും ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു പ്രദേശത്തെ ഇത്രയേറെ പൂർണ്ണമായിട്ടും തങ്ങളുടെ വരുതിയിൽ വരുത്തുകയും അവിടെ വിനാശകാരിയായിട്ടുള്ള ആയുധങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ രാസവസ്തുക്കളും മാലിന്യങ്ങളും അവിടെ നിന്ന് മാറ്റുക, അതോടൊപ്പം തന്നെ ഈ തകർക്കപ്പെട്ട കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള ഏറ്റവും ക്ലേശകരമായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തേണ്ടി വരുന്നത്. അത് ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഗസയെ പുനർനിർമ്മിക്കുക എന്ന അസാധ്യമെന്ന് കരുതുന്ന ആ സംഭവം നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അറബ് രാജ്യങ്ങൾ, ഖത്തർ ഉൾപ്പെടെയുള്ള UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൂർണ്ണമായിട്ടുള്ള പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഗസയെ പുനർനിർമ്മിക്കാനുള്ള നീക്കത്തിൽ തങ്ങളുടെ എല്ലാ സാധ്യതകളും തങ്ങൾ പ്രയോജനപ്പെടുത്തും. അതിന് സാമ്പത്തികവും നയതന്ത്ര തലത്തിലും രാഷ്ട്രീയ തലത്തിലും വേണ്ട എല്ലാ നീക്കങ്ങളും നടത്തുമെന്ന് പറയുമ്പോൾ ഫലസ്തീൻ ജനത ഒറ്റയ്ക്കല്ല, അവർക്കൊപ്പം ലോകമുണ്ട് എന്നൊരു തോന്നൽ കൂടിയാണ് ഇതിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ തന്നെ വേണ്ടിവരും ഗസയെ പുനർനിർമ്മിക്കാൻ. എങ്കിലും ഇച്ഛാശക്തിയോടുകൂടി ഫലസ്തീൻ സമൂഹവും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് അതേ ഇച്ഛാശക്തി തന്നെയാണ്. ഈ ഘട്ടകാലത്തും അല്ലെങ്കിൽ ഇത്രയും കുടിലമായിട്ടുള്ള ഒരു യുദ്ധം നടന്നുപോയ ഘട്ടത്തിലും ചെറുത്തുനിൽപ്പ് അതിശക്തമായിട്ട് തെളിയിച്ചുകൊണ്ട് തന്നെ ഈ ഗസയെ പുനർനിർമ്മിക്കുന്ന യജ്ഞത്തിലും തങ്ങൾ പരാജയപ്പെടില്ല എന്നാണ് ആ ജനത ഇന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധന്യ.